ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലി പാശ്ചാത്യ മാധ്യമങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇസ്രായേലിലെ നാശത്തിൻ്റെയും മരണത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് യുദ്ധത്തിൻ്റെ പുതിയ പശ്ചാത്തലം. ഇതുവരെ ഇസ്രായേലിന് വന്ന നഷ്ടങ്ങൾ ഒളിച്ചു വെച്ച് 2 മരണവും 3 നിസ്സാര പരിക്കുകളും എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ 50ഉം 100ഉം മരണങ്ങളും 800ഉം 1000ഉം പരിക്കുകളും എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇറാൻ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു എന്ന ഒരു ഇരവാദം കൂടിയാണ് മുഴക്കുന്നത്. ഗാസയിൽ ഇതേ നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേലിനെ ഇതുവരെ തടയാൻ ശ്രമിക്കാതിരുന്ന ഈ സംഘം ഇപ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശത്തെക്കുറിച്ചും മനുഷ്യക്കുരുതികളെക്കുറിച്ചുമൊക്കെ വാചാലരാകുമ്പോൾ അത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മനുഷ്യജീവനുകൾക്ക് എല്ലാം ഒരേ വിലയാണ്. അതിൽ ഗസക്കാരോ ജൂതനോ ഇല്ല. ഈ ജീവനുകളെ വേർതിരിക്കുന്ന മനുഷ്യരിലാണ് വിലമാറ്റം ഉണ്ടാകുന്നത്. ഇറാന്റെ ആകാശത്ത് മേൽക്കോയ്മ നേടിയെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് അവിടെ നിന്നും പുറപ്പെടുന്ന മിസൈലുകളെ തടയാൻ കഴിയുന്നില്ല എന്നത് അവരുടെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടുകയാണ്. ടെഹ്റാനിലെ 10 ലക്ഷം വരുന്ന ജനങ്ങൾ ഉടൻ തന്നെ സ്ഥലം വിടണം എന്ന ട്രംപിന്റെ ആജ്ഞ ഇസ്രായേലിന്റെ ആകാശ മേൽക്കോയ്മയെ അടയാളപ്പെടുത്താനും ഭീതിപ്പെടുത്താനും അവർ ചെയ്യുന്ന ചില അടവുകളാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നാൽ ടെല്ലവീവിലെ 5 ലക്ഷം വരുന്ന ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന ഇറാന്റെ ആജ്ഞയെ അഭിമാനമോർത്ത് ഇസ്രായേൽ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നത് ആ രാജ്യത്ത് മരണങ്ങളുടെയും പരിക്കുകളുടെയും വർധനവിന് കാരണമാവുകയാണ്. ശരിക്കും നെതന്യാഹു ഇപ്പോൾ ചെയ്യുന്നത് മരണക്കണക്കുകളും യുദ്ധനിയമങ്ങളും ചൂണ്ടിക്കാട്ടി ഇറാനെ നിയന്ത്രിക്കാൻ ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യുദ്ധത്തിൽ ഇസ്രായേലിന് നേട്ടമുണ്ടെങ്കിൽ എന്തിന് മറ്റുള്ളവരോട് ഇറാനെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടണം എന്നൊരു ചോദ്യം ബാക്കി. ട്രംപിനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് വലിച്ചിറക്കാൻ അമേരിക്കൻ എംബസിയുടെ തകർച്ച പോലും നെതന്യാഹു ചൂണ്ടിക്കാട്ടിയിട്ടും ട്രംപ് ഈ മരണക്കളിക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ വിജയസാധ്യത അയാൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാവും. ട്രംപിനെ സംബന്ധിച്ച് അതിന് മിഡിൽ ഈസ്റ്റിലുള്ള കാലാവസ്ഥ മുതൽ അറബ് രാജ്യങ്ങളുമായുള്ള ആയുധക്കച്ചവടത്തിലെ വിള്ളലുകൾക്ക് വരെ കാരണമാവാം എന്നുള്ളത് കൊണ്ടാണ് അയാൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥ ഇറാൻ ഒരിക്കലും യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇസ്രായേലിനോ അപകടമുണ്ടാക്കരുത് എന്ന ഒരു കാര്യം മാത്രമാണ്. അതിനർത്ഥം ഇറാന്റെ ആണവ പദ്ധതികളെ യൂറോപ്പ് പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഈ ട്രംപും അയഞ്ഞു വരുന്നതിലൂടെ യുദ്ധം ഇറാന് ശരിക്കും ലാഭകരമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആര് തടഞ്ഞാലും ഇനി ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കുമെന്ന ഇറാന്റെ ഭീഷണി ആണവ ബോംബിനായി യുദ്ധം എത്ര നീണ്ടാലും കുഴപ്പമില്ല എന്ന സൂചനയാണ് നൽകുന്നത്. യുദ്ധം നീളുന്നത് ഇസ്രായേലിന്റെ നാശത്തിലേക്ക് കലാശിക്കൂ എന്ന ഭയം എല്ലാവരിലുമുണ്ട്. അതുകൊണ്ടാണ് ധൃതിയിൽ ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇവർ പറയുന്നത്. അതല്ലെങ്കിൽ അവർ നെതന്യാഹുവുമായി ചർച്ച നടത്തിക്കൊണ്ട് യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കാനാവും ശ്രമിക്കുക. എന്നാൽ ഇറാൻ തിരിച്ചാക്രമിക്കില്ല എന്ന ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. ഇളക്കിവിട്ട ഇറാനിയൻ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ ഇറാന്റെ ആത്മീയ നേതാവായ അലി ഖാംനെയിയെ കൊല്ലണമെന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. വിദേശത്തെവിടെ ഒളിച്ചിരുന്ന് പ്രസ്താവന നടത്തുന്ന ഈ നെതന്യാഹുവിന് അത് എത്രത്തോളം സാധ്യമാകും എന്ന് സംശയിക്കുന്നവരുമുണ്ട്. നേതൃത്വത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ സന്ദേശം നൽകി ഇറാന്റെ ചില സൈനിക തലവന്മാരെ ഒരിടത്തെത്തിച്ച് കൊലപ്പെടുത്തിയ മൊസാദ് ചാരന്മാരെ അന്വേഷിച്ച് ഇറാന്റെ ഇന്റലിജൻസ് രാജ്യം മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. ഇതുവരെ 250-ലധികം മൊസാദ് ചാരന്മാരെയാണ് ഇറാൻ പിടികൂടിയിട്ടുള്ളത്. അതിൽ 12 പേരെ അടിയന്തരമായി തൂക്കിക്കൊല്ലുകയും ബാക്കിയുള്ളവർ കൂട്ടമരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറാന്റെ നിലവറകളിൽ കഴിയുകയും ചെയ്യുമ്പോൾ ബാക്കി ഇനിയും പുറത്തുള്ള ഈ മൊസാദിന്റെ ചാരന്മാർക്ക് അലി ഖാംനെയുടെ അടുത്തെത്താനോ അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനോ അത്ര പെട്ടെന്ന് കഴിയില്ല എന്നാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. ഖാംനെയെ കൊല്ലണമെന്ന് നെതന്യാഹു പറയുന്നത് അയാൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി മാത്രമാണ്. ഈ നെതന്യാഹു എവിടെയുണ്ടെന്ന് ഇപ്പോൾ ആർക്കും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെയില്ല. സ്വന്തം കുടുംബ വീട് ഇറാൻ തകർത്തിട്ടും അത് കാണാൻ വരാത്ത നെതന്യാഹു ഇസ്രായേലിലില്ല എന്ന് തന്നെയാണ് വിശ്വസ്ത കേന്ദ്രങ്ങളുടെ റിപ്പോർട്ടുള്ളത്. ഇറാന്റെ ചാരന്മാർ നെതന്യാഹുവിനെയും മന്ത്രിസഭാംഗങ്ങളെയും കൊലപ്പെടുത്തും എന്ന ഭയമാണ് ഇപ്പോൾ ഈ സംഘം ഒളിവിൽ കഴിയാൻ കാരണം. കഴിഞ്ഞ ദിവസം ന്യൂസ് 9 വന്ന
ഒരു നെതന്യാഹുവിൻ്റെ പ്രസ്താവനയിൽ പോലും പുസ്തകങ്ങൾ അടുക്കിയ ഒരു ഷെൽഫിന് മുന്നിൽ ഇരിക്കുന്ന ചിത്രമാണ് ഉള്ളത്. താൻ സ്ഥലത്തുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഈ നാടകം ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ചെയ്തതാണെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാവുന്നതാണ്. ഇനി അഥവാ അയാൾ ഇസ്രായേലി ബോംബ് ഷെൽട്ടറിലാണ് ഉള്ളതെങ്കിൽ ഇറാൻ ഇന്നലെ മുതൽ ഷെൽട്ടറുകളെ പൊളിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പൊളിഞ്ഞ ഷെൽട്ടറുകളുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പല ഷെൽട്ടറുകളും ഇപ്പോൾ തകരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാജി കാസം, കോർമഷാർ, ദുൽഫുക്കാർ, ഖാൽഖാൻ തുടങ്ങിയ പേരുകളിലുള്ള അതിമാരക ശേഷിയുള്ള അനേകം മിസൈലുകൾ ഇറാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് തെളിയിക്കുന്നത്. ഇവയെല്ലാം തന്നെ ബോംബ് ഷെൽട്ടറുകളെ പൊളിക്കാൻ ശേഷിയുള്ളതാണെന്ന് മനസ്സിലാക്കണം. അഥവാ ഇതിൽ ഏതെങ്കിലും ഒന്ന് നെതന്യാഹുവിനെ ചിലപ്പോൾ വീഴ്ത്താനും സാധ്യതയുണ്ട്. എന്നാൽ ഇറാൻ അത് ചെയ്യാത്തത് ഈ രാഷ്ട്രത്തലവന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കാം എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതല്ലാതെ 30 നിലകളെപ്പോലും തകർക്കാൻ കഴിയുന്ന ഇറാനിയൻ മിസൈലുകൾ 100-150 അടി താഴ്ചയിൽ നെതന്യാഹു ഇരിക്കുന്ന ബങ്കറുകളെ തകർക്കൽ വലിയ അസാധ്യമായ കാര്യമൊന്നുമല്ല. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം ബാലിസ്റ്റിക് മിസൈലുകളുള്ളത് ഇറാന്റെ കൈവശമാണ്. എന്നാൽ അതിൻ്റെ എണ്ണമോ ശക്തിയോ ലോകത്ത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ വാങ്ങുന്ന മിസൈലുകൾ ഇറാൻ ടെക്നീഷ്യന്മാർ തന്നെ പുതുക്കി പണിത് അതിൻ്റെ ശക്തി കൂട്ടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതല്ലാതെ മേടിച്ചുകൊണ്ട് വന്ന് അത് അതേപടി അങ്ങ് ഉപയോഗിക്കല്ല. അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. കാലങ്ങൾ കൊണ്ട് കൂട്ടിവെച്ച കാശ് കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഹജ്ജ് ചെയ്യുന്ന ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വർഷങ്ങൾ കൊണ്ട് മൂർച്ചയേറ്റി കൂട്ടിവെച്ച ശക്തിയുടെ ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ഇസ്രയേലിന്റെ മേൽ പ്രഹരശേഷി കൂടുന്നതും അവർക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതാണ് ജൂതരുടെയും പാശ്ചാത്യരുടെയും ഒക്കെ തകരാറ്. ഇറാൻ എത്ര താക്കീത് ചെയ്തിട്ടും ഇവർ ആരും അത് കേട്ടില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം ഞാൻ ഇറാന്റെ മറ്റൊരു മിസൈലിന്റെ ഒരു വ്യത്യസ്തതയെക്കുറിച്ച് അറിയിക്കുകയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഹൂത്തികൾ ബെൻഗുരിയൻ വിമാനത്താവളത്തിലേക്ക് 2 മിസൈൽ അയച്ചു. അതിൽ ഒന്ന് സുൽഫിക്കർ എന്ന പേരിലും മറ്റൊന്നത് പലസ്തീൻ 2 എന്ന പേരിലുമാണ് ഉണ്ടായിരുന്നത്. ഇതിലൊരു മിസൈൽ എയർപോർട്ടിൽ വീണ് ഒരുപാട് നാശനഷ്ടമൊക്കെ ഉണ്ടാക്കി. എന്നാൽ മറ്റൊന്നിനെ ഇസ്രായേൽ തടയാൻ ശ്രമിച്ചപ്പോൾ അത് കൂടുതൽ അപകടകാരിയായി മാറുകയാണ് ഉണ്ടായത്. ഇസ്രായേലിന്റെ പ്രതിരോധ മിസൈൽ ഹൂത്തികൾ അയച്ച മിസൈലിലേക്ക് ചെന്ന് ഇടിച്ചപ്പോൾ ഈ മിസൈൽ പൊട്ടിത്തെറിച്ച് പല വാർഹെഡുകളായി മാറുകയാണ് ഉണ്ടായത്. ഈ വാർഹെഡുകളെ നേരിടാൻ വേണ്ടി IDF ഏതാണ്ട് 8 മിസൈലുകളാണ് അയക്കേണ്ടി വന്നത്. എന്നിട്ടും അതിൽ 2-3 ഹെഡുകൾ തറയിൽ വീണ് സ്ഫോടനം ഉണ്ടാക്കുകയും ഒരെണ്ണം പൊട്ടാതെ അവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇത് ഇസ്രായേലിനെ ആകെ ഞെട്ടിച്ചു എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കയുടെയോ ഫ്രാൻസിന്റെ ഒന്നും കയ്യിൽ ഇതിനു മുമ്പ് അവർ ഇത്തരമൊരു മിസൈൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 1950കളിൽ റഷ്യ ഉപയോഗിച്ചിരുന്ന സ്കഡ് മിസൈലിനോട് വളരെ സാമ്യമുള്ളതാണ് ഈ മിസൈൽ എന്നാണ് ഇസ്രായേൽ പിന്നീട് കണ്ടെത്തിയത്. അത്തരം മിസൈലുകൾ ഒരുപക്ഷെ ഇറാൻ പൊളിച്ചു പണിത് അവരുടെ രീതിക്ക് ആക്കിയിട്ടായിരിക്കും ഈ ഹൂത്തികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി അത്തരം മിസൈലുകൾ കൂടി ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇനി ഇസ്രായേലിൽ മഴത്തുള്ളികൾ പോലെ മിസൈലുകൾ വീണ് പൊട്ടിച്ചിതറാനാവും സാധ്യത വളരെയേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.